നമുക്കിന്ന് ഓണം സ്പെഷ്യൽ ചേന എരിശ്ശേരി തയ്യാറാക്കാം. വെൽക്കം ടു മാജിക് ട്രീറ്റ്. ആവശ്യമായ സാധനങ്ങൾ: ചേന 1 കപ്പ്, തേങ്ങ 2 കപ്പ്, കായ 1 കപ്പ്, ഞാനിപ്പോൾ കറിക്കായാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, ഉഴുന്നുപരിപ്പ്, മഞ്ഞൾപ്പൊടി, ജീരകം. ആ സാധനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ചേന എരിശ്ശേരി തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം ഞാൻ നല്ല അടികട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചേനയും കായും ഒന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് ചേന എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ചേന ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. കറിക്കായ ഉപയോഗിച്ചത് കൊണ്ടാണ് ഞാൻ ചേനയൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുത്തത്. നമുക്ക് ഏത്തക്ക ആയിരുന്നെങ്കിൽ രണ്ടും കൂടെ ഒന്നിച്ചിട്ട് വേവിച്ചാൽ മതിയായിരുന്നു. നമുക്കിതിലേക്ക് 1/4 ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന്, മുളക് പൊടി 1/2 ചെറിയ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ചെറിയ സ്പൂൺ. ഇനി നമുക്കിതിലേക്ക് ശകലം വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഞാനിപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ചേന ചെറുതായിട്ട് വെന്തത് കൊണ്ട് കായ ഒന്ന് വേകാൻ മാത്രമുള്ള വെള്ളം ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ഇതിനു വേണ്ടി അരപ്പ് തയ്യാറാക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 2 കപ്പ് എടുത്തതിനകത്തു നിന്നാണ് 1/2 കപ്പ് തേങ്ങ ഞാൻ മാറ്റിയത്. ഇതിലേക്ക് ജീരകം 1/4 ചെറിയ സ്പൂൺ ജീരകവും കൂടെ നമുക്ക് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കായും ചേനയും വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിനകത്തുള്ള വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കുന്നതിന് കുറച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ വെള്ളമെല്ലാം പറ്റി എന്നിട്ട് പെരണ്ട് വന്നിട്ടുണ്ട്. വെള്ളം ഒട്ടും തന്നെ ഇല്ല. നമുക്ക് ചേന എരിശ്ശേരിക്കകത്തോട്ട് തേങ്ങ വറുത്തിടാം. അതിന് വേണ്ടി നല്ലൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് എടുത്തിരിക്കുന്നത്.
എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ ഉഴുന്നാണ് ഇട്ടിരിക്കുന്നത്. ഉഴുന്നൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിലേക്ക് ജീരകം, 1/4 ചെറിയ സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ബാക്കി വന്ന 1/2 കപ്പ് തേങ്ങ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് വറുത്തെടുക്കാം. തേങ്ങ നന്നായിട്ട് വറന്ന് വരണം. തേങ്ങ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. കരിഞ്ഞു പോകരുത്. ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്കിത് തേൻ എരിശ്ശേരിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇവിടെ ചേനയും കായും ഒന്ന് ഉടച്ചും കൂടെ കൊടുക്കണം. കൂടെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചേന കായ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.